ജീവനേ. കർത്താവിന് പരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പുതിയ ദിവസം നമുക്ക് രാവിലെ സമയം ദൈവത്തിൻ്റെ വചനത്തിൽ കൂടി അല്പസമയം ഒരു ചെറിയ ആലോചന പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ വെപ്പാൻ നാം ബാധ്യസ്ഥരാണ്. ആമേൻ. ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യത്തിൽ ഇപ്രകാരം വായിപ്പാൻ കഴിയുന്നു. അങ്ങനെ ഇബ്താഹ് ഗിലെയാദിലെ മൂപ്പന്മാരോട് കൂടെ പോയി ജനവനെ തലവനും സേനാധിപതിയുമാക്കി. ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. അവനെ തൻ്റെ കുടുംബക്കാർ അവനെ അകറ്റി നിർത്തിയിരുന്നു എന്ന് നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകം 11-ാം അധ്യായം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അമോന്യർ വന്ന് അവരോട് യുദ്ധം ചെയ്തപ്പോൾ എതിർത്ത് നിൽപ്പാൻ കഴിയാതെ വന്നപ്പോൾ ഇബ്താഹിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇബ്താഹിനെ വിളിച്ചു, ഇബ്താഹേ, നീ വരണം, ഞങ്ങളോട് കൂടെ വന്ന് യുദ്ധം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമെന്നൊക്കെയും പറഞ്ഞ് ഇബ്താഹിനെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ വിളിച്ചു കൊണ്ടുപോകുമ്പോൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, ഇബ്താഹ് മിസ്പയിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ തൻ്റെ കാര്യമെല്ലാം പ്രസ്താവിച്ചു. ദൈവമക്കളെ, നമ്മുടെ എല്ലാ കാര്യങ്ങളും പറയുവാൻ, ഏത് കാര്യമുണ്ടോ ദൈവത്തോട് തുറന്നു പറയുവാൻ, ദൈവസന്നിധിയിൽ പറയുവാൻ നാം ബാധ്യസ്ഥനാണ്. ദൈവസന്നിധിയിൽ മറച്ചു വെച്ചാൽ നമുക്ക് ഒന്നും ജയം നേടുവാൻ പറ്റുകയില്ല. അതുകൊണ്ട് നമ്മുടെ സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ ഓരോ ദിവസം പറഞ്ഞത് ഏത് വിഷയമായിക്കൊള്ളട്ടെ, പ്രശ്നങ്ങളായിക്കൊള്ളട്ടെ, കഷ്ടതയായിക്കൊള്ളട്ടെ, രോഗമായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏത് കാര്യങ്ങളും തുറന്നു പറയുവാൻ നമുക്ക് ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവ് മാത്രമാണ്. മനുഷ്യരോട് പറഞ്ഞാൽ മനുഷ്യർ അത് പറഞ്ഞ് മറ്റുള്ളവരോട് പറഞ്ഞ് നമ്മെ പരിഹസിക്കും. എന്നാൽ നമ്മുടെ സകല കാര്യങ്ങളും ദൈവസന്നിധിയിൽ വെച്ച് ദൈവത്തോട് പറഞ്ഞാൽ ആ കാര്യത്തെ നമുക്ക് സഹായം ചെയ്യുന്ന ദൈവമാണ്. അങ്ങനെ ഇബ്താഹ് ദൈവസന്നിധിയിൽ വെച്ച് വിഷയത്തിന് ദൈവം മറുപടി കൊടുത്തതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇബ്താഹ് പോയി യുദ്ധം ചെയ്തു. യുദ്ധം കഴിഞ്ഞ് താൻ മടങ്ങി വരുമ്പോൾ തനിക്ക് മകനായി മകളായി ഒറ്റ പുത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് 11-ാം അധ്യായം 34 മുതൽ ചില വാക്യങ്ങൾ വായിപ്പാൻ കഴിയുന്നുണ്ട്. താൻ യുദ്ധം ചെയ്ത് കഴിയുമ്പോൾ തൻ്റെ പിതാവിന് ലഭിച്ച ആ ജയത്തിൽ സന്തോഷം അനുഭവിപ്പാൻ, സന്തോഷത്തോടു കൂടെ കടന്നു വന്ന ആ മകളെ പറഞ്ഞതുപോലെ യാഗമായി അർപ്പിപ്പാനിടയായി. ഇന്ന് കാലം ദൈവമക്കളെ, നമ്മുടെ സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ വയ്ക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം സഹായിക്കും. അൻപുള്ള കർത്താവേ, നല്ല ദൈവമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് രാവിലെ സമയം ഞങ്ങളുടെ സകല വിഷയങ്ങളും ദൈവസന്നിധിയിൽ വയ്പ്പാൻ, ദൈവത്തോട് പ്രാർത്ഥിപ്പാൻ കൃപ തന്നല്ലോ. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അവിടുന്ന് ഞങ്ങളെ ആലോചന നൽകി തന്ന വഴി നടത്തും. മഹത്വം തിരുമേനിക്ക് അർപ്പിക്കുന്നു. രക്ഷകന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോ നീ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.